ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29 അധ്യായം 7 വാക്യം. ഞാൻ നിങ്ങളെ ബദ്ധന്മാരായി കൊണ്ടുപോകുമാറാക്കിയ പട്ടണത്തിൻ്റെ നന്മ അന്വേഷിച്ച് അതിനുവേണ്ടി യഹോവയോട് പ്രാർത്ഥിപ്പീൻ. അതിന് നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്കും നന്മയുണ്ടാകും. ഒരിക്കൽ ഒരു ആശ്രമത്തിലെത്തിയ ഒരു യുവാവിന് ആ ആശ്രമത്തിൻ്റെ അന്തരീക്ഷം നന്നായി ഇഷ്ടപ്പെട്ടു. അവനും ആശ്രമത്തിൽ ചേർന്നാൽ കൊള്ളാം എന്ന് തോന്നി. അവൻ ഗുരുവിനെ കണ്ടു പറഞ്ഞു, ഗുരു, എനിക്ക് ഈ ആശ്രമത്തിൽ അംഗമാകുവാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുള്ള ഒരു യോഗ്യതയും എനിക്കില്ല. ഗുരു ചോദിച്ചു, നിനക്ക് എന്താണ് അറിയാവുന്നത്? അവൻ പറഞ്ഞു, എനിക്ക് ആകെ അറിയാവുന്നത് ചെസ്സ് കളിക്കാനാണ്. ഗുരു തൻ്റെ ശിഷ്യന്മാരോട് ഒരു ചെസ് ബോർഡ് കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു. ആ യുവാവിനോടൊപ്പം കളിക്കുവാൻ തൻ്റെ ശിഷ്യന്മാരിൽ സന്നദ്ധതയുള്ള ആരുണ്ടെന്ന് അന്വേഷിച്ചു. ഗുരു ഒരു കാര്യം പറഞ്ഞു, ഈ യുവാവിനോട് തോൽക്കുന്നവർ ഈ ആശ്രമത്തിൽ നിന്ന് പുറത്താകും. അതിനാൽ ആരും തയ്യാറായില്ല. അവസാനം ഒരാൾ സന്നദ്ധത പ്രകടിപ്പിച്ചു. കളി പുരോഗമിക്കുമ്പോൾ ആ യുവാവിന് മനസ്സിലായി താൻ വേഗത്തിൽ ജയിക്കും എന്ന്. അപ്പോൾ ആ ശിഷ്യൻ്റെ കണ്ണിലേക്ക് നോക്കി യുവാവ് അവൻ്റെ ഭാവം മനസ്സിലാക്കി സ്വയം തോൽക്കുവാൻ തക്കവിധം തെറ്റായ നീക്കങ്ങൾ മനഃപൂർവ്വം നടത്തി. ഇതെല്ലാം വീക്ഷിച്ചു കൊണ്ടിരുന്ന ഗുരു ആ യുവാവിനോട് പറഞ്ഞു, നിന്നെ ആശ്രമത്തിൽ ചേർത്തിരിക്കുന്നു. നിനക്ക് ചെസ്സ് കളിക്കുവാൻ മാത്രമല്ല, മറ്റൊരാളിന് വേണ്ടി തോറ്റു കൊടുക്കുവാനുള്ള മഹാമനസ്കതയുമുണ്ട്. അതിനാൽ നീ ഈ ആശ്രമത്തിൽ ചേരുവാൻ യോഗ്യനാണ്. എല്ലായ്പ്പോഴും എവിടെയും വിജയിക്കുവാനാണ് മിക്കവരും താല്പര്യപ്പെടുക. ഇവിടെ ഒരു ശിഷ്യൻ്റെ ആശ്രമ അംഗത്വം തൻ്റെ വിജയം മൂലം നഷ്ടപ്പെടുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കുവാൻ ആ യുവാവിന് കഴിഞ്ഞു. വിവിധ സ്പോർട്സ് ഇനങ്ങളിലും മറ്റു മത്സരങ്ങളിലും പങ്കെടുക്കുന്ന എല്ലാവർക്കും 1-ാം സ്ഥാനം തന്നെ ലഭിക്കണം എന്നാണ് ആഗ്രഹം. 2-ാം സ്ഥാനത്ത് എത്തുന്നവർക്ക് മിക്കപ്പോഴും 1-ാം സ്ഥാനത്ത് എത്തിയവരോട് മനസ്സിൽ ഒരു വിദ്വേഷമോ അസൂയയോ ഉണ്ടാവാം. ഇങ്ങനെയുള്ള മത്സരങ്ങൾ വ്യക്തികൾ തമ്മിലും കുടുംബങ്ങൾ തമ്മിലും സമൂഹങ്ങൾ തമ്മിലും ഉണ്ടാവാം. സാധാരണയായി തോൽക്കുവാൻ ആരും തയ്യാറാവില്ല. എന്നാൽ ഈ മത്സരങ്ങളിൽ വിജയം നേടുന്നവരോട് പരാജിതർക്ക് പലപ്പോഴും വിദ്വേഷം ബാക്കി ശേഷിക്കും. വിജയിക്കുവാൻ കഴിയുമായിരുന്നിട്ടും മറ്റുള്ളവരുടെ നന്മലാക്കാക്കി ഒന്ന് തോറ്റു കൊടുക്കുവാൻ സന്നദ്ധരാകുന്നവർ ഉണ്ടെങ്കിൽ അവർ എത്ര മഹത്തുക്കളായിരിക്കും. സ്വന്തം നന്മ മാത്രമല്ല, മറ്റുള്ളവരുടെ നന്മയും ലക്ഷ്യമാക്കുന്നത് എത്രയോ ശ്രേഷ്ഠം. സ്വയം വിജയിക്കുന്നതിനേക്കാൾ മറ്റുള്ളവരെ വിജയിപ്പിക്കുവാൻ കഴിയുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. സ്വയകേന്ദ്രീകൃതമായ ജീവിത രീതിയേക്കാൾ അവരെ കേന്ദ്രീകരിച്ചുള്ള ഒരു ജീവിത രീതി കെട്ടുപണി ചെയ്യുവാൻ നമുക്ക് സാധ്യമാകണം. അവരെക്കുറിച്ച് കരുതലില്ലാത്തതാണ് സകല മാനുഷിക പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം. രാഷ്ട്രങ്ങൾ തമ്മിലായാലും സമൂഹങ്ങൾ തമ്മിലായാലും വ്യക്തികൾ തമ്മിലായാലും ഇതുതന്നെയാണ് പ്രശ്നങ്ങളുടെ കാരണം. അവരൻ്റെ ആവശ്യങ്ങളെ നമ്മുടെ ആവശ്യങ്ങളെപ്പോലെ കാണുവാനുള്ള ഒരു ദർശനം എല്ലാവർക്കും ഉണ്ടായിരുന്നെങ്കിൽ അവിടെയാണ് സ്വർഗം. അങ്ങനെ മറ്റുള്ളവരെ കരുതുന്ന ഒരു ജീവിത രീതി കെട്ടുപണി ചെയ്യുവാൻ നമുക്ക് സാധ്യമാവട്ടെ. അതിനായി നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ലഭിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. മറ്റുള്ളവരുടെ ശ്രേഷ്ഠതകളെ കാണുവാൻ, അവരെ മാനിക്കുവാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിലെ വചനധ്യാനം ഞങ്ങളെയും സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.